സി എ ഫൗണ്ടേഷൻ എക്സാംസ് ആവാറായി. ഇപ്പോൾ കുറേ മെസ്സേജസ് വരുന്നുണ്ട് ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. ഇതിപ്പോൾ ഈ പ്രാവശ്യം എന്നല്ല, എല്ലാ എക്സാമും എല്ലാ അറ്റംപ്റ്റ് വരുമ്പോഴും വരാറുള്ള മെസ്സേജാണ്. സി ആസ് എ ഫാക്കൽറ്റി ഐ കനോട്ട് ടെൽ യു ദാറ്റ് ഏത് ചാപ്റ്ററിൽ നിന്ന് എന്ത് മാത്രം പഠിച്ച് പോകണം, അല്ലെങ്കിൽ ഈ ഏരിയ മാത്രം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എസ്പെഷ്യലി പ്രൊഫഷണൽ കോഴ്സ്, സി എ പോലത്തെ പ്രൊഫഷണൽ കോഴ്സിലും. പ്ലസ് ഇപ്പോഴത്തെ റീസെൻറ്റ് ട്രെൻഡ് വെച്ചിട്ട് അത്യാവശ്യം നല്ല ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ച് വരുന്നുണ്ട്. ദ മോസ്റ്റ് വി ക്യാൻ ഡു ഇസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയൊക്കെയാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട്, ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ അതുവരെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പുതിയതായിട്ട് വന്ന RTP, പുതിയതായിട്ട് വന്ന മോക്ക് ടെസ്റ്റ്, അത് ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ചാൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ലെറ്റ്സ് ഹാവ് എ റിവിഷൻ സീരീസ് ഓവർ ഹിയർ. ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റ് ജൂൺ എക്സാമിനും ഇതേപോലെ ഒരു റിവിഷൻ സീരീസ് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഇപ്രാവശ്യം ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തിയത് എന്താണെന്ന് വെച്ചാൽ RTPയിലെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, മോക്ക് ടെസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്ത് തന്നിട്ടുള്ള വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. മോക്ക് ടെസ്റ്റിൽ പാസ്റ്റ് എക്സാംസിൽ റിപ്പീറ്റഡ്ലി വന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ തന്നെ, അതായത് മോർ ദൻ വൺസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാനിവിടെ കമ്പൈൽ ചെയ്തിട്ടുണ്ട്. സോ മൈ ഇൻറ്റൻഷൻ ഓവർ ഹിയർ ഇസ് ജസ്റ്റ് റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ വായിക്കുക എന്നുള്ളതല്ല. മൈ മെയിൻ ഫോക്കസ് ഓവർ ഹിയർ ഇസ് ആ ക്വസ്റ്റ്യൻ വന്ന ഏരിയാസിൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് എന്താണെന്ന് പഠിപ്പിച്ചു തരാം. ലെറ്റ്സ് സീ. സോ നമുക്ക് വീണ്ടും പറയാനുള്ളത്, കുറേ പേര് മെസ്സേജ് അയക്കുന്നത്, സാറേ നമ്മൾ നല്ല തറവായിട്ട് പച്ചവെള്ളം പോലെ ലോ പഠിച്ചിട്ടുണ്ട്, പച്ചവെള്ളം പോലെ ലോ പഠിച്ചു എന്ന് പറയുന്നത് ബൈ ഹാർട്ട് പഠിച്ചു എന്നാണ്. ബൈ ഹാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അത് അത്ര ഹെൽപ്ഫുൾ ആവണമെന്നില്ല. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. മേക്ക് ഷുവർ നിങ്ങൾക്ക് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി കിട്ടി എന്നുള്ളത്. പ്ലസ് പാരലലി എൻ്റെ ലോ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇഫ് യു ഹാവൻ ജോയിൻ ഇറ്റ്, അത് ജോയിൻ ചെയ്യുക. അതിൽ മൾട്ടിപ്പിൾ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സ് കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു കൺസ്ട്രെയിൻ എന്താ വെച്ചാൽ, CA ഇൻ്ററിൻ്റെയും ഫൗണ്ടേഷൻ്റെ എക്സാം ഒരേ മാസം ആദ്യമായിട്ടാണ് അങ്ങനെ വന്നത്. സോ കുറച്ച് വർക്ക് ലോഡ് എനിക്ക് കൂടിയിട്ടുണ്ട്. ബട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇഫ് നിങ്ങൾ ഡൗട്ടിനെ റിപ്ലൈ അയച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും റിമൈൻഡർ അയക്കുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ഫർദർ ടൈം, ലെറ്റ് സ്റ്റാർട്ട്. September 24 ഫൗണ്ടേഷൻ RTP സീരീസ് ആണ്. അതിൽ തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കോൺട്രാക്ട് ആക്ട് ആണ്. കോൺട്രാക്ട് ആക്ടിൽ RTPയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. പ്ലസ് മോക്ക് ടെസ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കമ്പൈൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നത്, എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സ് ഇൻ ദ ഫോളോയിങ് എഗ്രിമെന്റ്സ് അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. രാഹുൽ കോൺട്രാക്ട്സ് വിത്ത് ബാനു, ഓണർ ഓഫ് ദ ഫാക്ടറി, ഫോർ ദ സപ്ലൈ ഓഫ് 10 tons ഓഫ് ഷുഗർ. But before the supply is effected, the factory catches fire and everything is destroyed. Oh man, വിൽക്കാന്ന് പറഞ്ഞു, 10 ടൺ ഷുഗർ വിൽക്കുക എന്ന് പറഞ്ഞു. ആര്? രാഹുൽ, ഫാക്ടറിന്റെ ഓണർ, ബാനുവുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. പക്ഷെ പെർഫോമൻസ് നടക്കുന്നതിന് സാധനം ഡിസ്ട്രോയിഡ് ആയി. ഇവിടെ ചോദിക്കുന്നത് എന്ത് ടൈപ്പ് കോൺട്രാക്ട് ആണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യൂണിറ്റ് 1 കോൺട്രാക്ടിന്റെ ക്ലാസിഫിക്കേഷൻ്റെ ടോപ്പിക്കിൽ വാലിഡ്, വോയിഡ്, വോയിഡബിൾ എന്നുള്ള കുറേ ക്ലാസിഫിക്കേഷൻ, ഇല്ലീഗൽ, അൺഎൻഫോഴ്സിബിൾ. അപ്പോൾ അതിൽ ദിസ് ഇസ് ആക്ച്വലി കമ്മിങ് അണ്ടർ വിച്ച് വൺ? ദിസ് ഇസ് കമ്മിങ് അണ്ടർ വോയിഡ് കോൺട്രാക്ട്. വൈ ഇസ് ഇറ്റ് കമ്മിങ് അണ്ടർ വോയിഡ് കോൺട്രാക്ട്? നമുക്ക് ഒരു കീ വേർഡ് ഉണ്ടായിരുന്നു. കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്ത സമയത്ത് വാലിഡ് ആയിരുന്നു, സബ്സീക്വൻ്റ്ലി അത് വോയിഡ് ആയി. എന്തുകൊണ്ട് വോയിഡ് ആയി? സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി കാരണം. സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി കാരണം, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി കാരണം കോൺട്രാക്ട് വോയിഡ് ആയി. ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു റിവിഷൻ എന്ന പോലെ ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം, ഞാൻ ആദ്യം പറഞ്ഞ മാതിരി. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ആൻസറിൽ അത്ര ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാവില്ല, കൺക്ലൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് നിങ്ങളെ റിവൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫോക്കസ്. സബ്സിക്വൻറ്റ് ഇമ്പോസിബിലിറ്റി, കാരണം ഇനി സാധനം കൊടുക്കൽ പോസിബിൾ ആവില്ല. സാധനം ഡിസ്ട്രോയിഡ് ആയിപ്പോയി, തീ പിടിച്ചാലും ഡിസ്ട്രോയിഡ് ആയിപ്പോയി, ആരുടെ സൈഡിൽ ഫോൾട്ടും ഇല്ല. സോ ഡാമേജും കൊടുക്കാൻ ലയബിൾ ആവില്ല. സോ കോൺട്രാക്ട് വോയിഡ് ആണ്. എ കോൺട്രാക്ട് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ, ഇനി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഓപ്പോസിറ്റ് പാർട്ടിക്ക് കോടതി പോയിട്ട് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റേ പാർട്ടിയോട് എന്തായാലും ഷുഗർ എനിക്ക് തരണമെന്ന് പറയാൻ പറ്റില്ല. സീസസ് ആണ് സ്റ്റോപ്പ്. സീസസ് ടു ബി എൻഫോഴ്സിബിൾ by law becomes void when it ceases to be enforceable. Thus a void contract is one which cannot be enforced by a court of law. എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, ഒരു പാർട്ടിയെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. കോൺട്രാക്ട് വോയിഡ് ആയി. എ കൂലി, ഇത് ഭയങ്കര പോപ്പുലർ ക്വസ്റ്റൻ ആണ്, മൾട്ടിപ്പിൾ ടൈംസ് വന്നിട്ടുണ്ട്. എ കൂലി ഇൻ യൂണിഫോം പിക്സ് അപ്പ് ദ ലഗേജ് ഓഫ് റോഹൻ ടു ബി ക്യാരിഡ് ഔട്ട് ഓഫ് ദി റെയിൽവേ സ്റ്റേഷൻ വിത്തൗട്ട് ബീങ് ആസ്ക്ഡ് ബൈ റോഹൻ ആൻഡ് റോഹൻ അലൗസ് ഹിം ടു ഡു സോ. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി വന്നപ്പോൾ, റോഹൻ പുറത്തിറങ്ങി വന്നപ്പോൾ ഒരു കൂലി, ഒരു യൂണിഫോമിലുള്ള കൂലി വന്നിട്ട്, വിച്ച് മീൻസ് മൂപ്പര് ഡ്യൂട്ടി അതാണ്. മൂപ്പര് വന്നിട്ട് ലഗേജ് ആണ് പിക്ക് ചെയ്തു. നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് മൂപ്പര് നിങ്ങളുടെ ലഗേജ് ക്യാരി ചെയ്ത് വന്നു. കോൺട്രാക്ട് ആക്ടിൽ രണ്ട് പാർട്ടീസ് തമ്മിൽ ഒന്നെങ്കിൽ എക്സ്പ്രസ് ആയിട്ട് കോൺട്രാക്ട് എൻ്റർ ചെയ്യാം ബൈ യൂസിങ് വേർഡ്സ് റിട്ടൺ ആവാം, ഓറൽ ആവാം, അതായത് സ്പോക്കൺ ആവാം. അല്ലെങ്കിൽ വിത്തൗട്ട് യൂസിങ് വേർഡ്സും കോൺട്രാക്ട് എൻ്റർ ചെയ്യാം. വി കോൾ ഇറ്റ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഇംപ്ലൈഡ് അണ്ടർ തന്നെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്വാസി കോൺട്രാക്ട്, ടസിറ്റ് കോൺട്രാക്ട്. ക്വാസി ഓപ്പറേഷൻ ഓഫ് ലോ ക്രിയേറ്റ് ചെയ്തതാണ്, ക്രിയേറ്റഡ് ബൈ ലോ. ക്വാസി ടസിറ്റ് കണ്ടക്ട് ഓഫ് പാർട്ടീസ്. അപ്പോൾ ഒരു യൂണിഫോമിലുള്ള കൂലി നിങ്ങൾ ലഗേജ് വന്ന് എടുക്കുന്നതോടുകൂടി, ഇഫ് നിങ്ങൾ അയാളെ തടഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അയാളുമായിട്ട് കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് നിങ്ങൾ
നിങ്ങളെ കണ്ടക്റ്റിലൂടെ നിങ്ങൾ കൺസെൻറ്റ് അറിയിക്കുകയാണ്. ഇനി അയാൾ നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് നിങ്ങളെ ലഗേജ് ക്യാരി ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അമൗണ്ട് കൊടുക്കാൻ ലയബിൾ ആവും. സോ ദിസ് ഇസ് കമ്മിങ് അണ്ടർ ഇംപ്ലൈഡ് കോൺട്രാക്ട്. രോഹൻ മസ്റ്റ് പേ ഫോർ ദ സർവീസസ് ഓഫ് ദ കൂലി. അപ്പോൾ ഇംപ്ലിക്കേഷനിലൂടെ, അതായത് നമ്മൾ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ ക്രിയേറ്റ് ചെയ്തു കണ്ടക്റ്റിലൂടെ. മോസ്റ്റ് ഓഫൻ ഇംപ്ലിക്കേഷൻ ബൈ ലോ ഓർ ബൈ ആക്ഷൻ. ഈ ബൈ ലോ എന്നുള്ളതിനാണ് നമ്മൾ ക്വാസി കോൺട്രാക്ട്. ദേ ആർ നോട്ട് ആക്ച്വൽ കോൺട്രാക്ട്സ്, ദേ ക്രിയേറ്റഡ് ബൈ ലോ. ക്വാസി എന്ന് പറഞ്ഞാൽ ദേ ആർ ലൈക്ക് ദാറ്റ് ഓഫ് എ കോൺട്രാക്ട്. ആക്ഷൻ്റെ നമ്മൾ ടാസിറ്റ് കോൺട്രാക്ട്, പാർട്ടീസിൻ്റെ കണ്ടക്ട്. ഓക്കെ, ടാസിറ്റ്. Section 9 contemplates such implied contract when it lays down that in so far as such proposal or acceptance is made otherwise than by words. Otherwise than by words. Words അല്ലാതെ ഒന്നെങ്കിൽ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ വേർഡ്സ് അല്ലാതെ ഒന്നെങ്കിൽ നിങ്ങൾ ഓഫർ കൊടുക്കുക അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ്, ഏതെങ്കിലും ഒന്ന് വേർഡ്സ് അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ടാസിറ്റ് കോൺട്രാക്ട് ആയി. എക്സാമ്പിൾ ഓപ്ഷൻ സെയിൽ. ഓപ്ഷൻ സെയിലിലെ ഫോൾ ഓഫ് ഹാമർ. ഓപ്ഷനിയർ ഹാമർ ടേബിൾ അടിക്കുന്നതോട് കൂടി അയാളെ ആക്ഷനിലൂടെ നിങ്ങളുമായിട്ട് കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ വില്ലിംഗ് ആണ് എന്നാണ് അയാൾ അറിയിക്കുന്നത്. സോ നോട്ട് നെസസറി രണ്ടാളും വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു പേഴ്സൺ കണ്ടക്റ്റിലൂടെ എൻ്റർ ചെയ്താൽ തന്നെ കോൺട്രാക്ട് ഇംപ്ലൈഡ് ആയി. പിന്നെ ഒബ്ലിഗേഷൻ ഓഫ് ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സ്. ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സ് ഇത് നമ്മളെ ക്വാസി കോൺട്രാക്റ്റിലാണ്. ഗുഡ്സ് കളഞ്ഞു കിട്ടിയ ആൾ ബെയിലിയുടെ പൊസിഷനിലാണെന്നാണ് കോൺട്രാക്ട് ആക്ട് പറയുന്നത്. ബെയിൽമെന്റ് ഗുഡ്സിന്റെ പൊസിഷൻ ബെയിലറിന്റെ അടുത്ത് ബെയിലിനടുത്ത് ട്രാൻസ്ഫർ ആവുക. അത് അവർ വോളണ്ടറിലി ചെയ്യുന്നതാണ്. എൻ്റെ കാർ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ തന്നു, എൻ്റെ ഫോൺ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ തന്നു. പക്ഷെ ഒരു ഗുഡ്സ് കളഞ്ഞു കിട്ടിയ ഒരാൾ, അയാൾ ഗുഡ്സിന് ഓണർ ആവില്ല. ഗുഡ്സ് ഓണർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അയാൾ ബെയിലിയുടെ പോലെയാണ്. ബെയിലിയുടെ ഡ്യൂട്ടീസ് അയാൾക്ക് ആപ്ലിക്കബിൾ ആവും. ഗുഡ്സ് പ്രോപ്പർ കെയർ ചെയ്യുക, ഓണർ ട്രേസ് ചെയ്യുക, സാധനം തിരിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ ഓണറിനും കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അയാളെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം. അയാൾ എക്സ്പെൻസ് മീറ്റ് ചെയ്തില്ലെങ്കിൽ ബെയിലിക്ക് ലീൻ ഗുഡ്സിന്റെ പൊസിഷൻ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ബെയിൽമെന്റ് പറയുന്നത്. ഇവിടെ നമ്മൾ യൂണിറ്റ് 1 ഇത് എന്ത് ടൈപ്പ് കോൺട്രാക്ട്? ദിസ് ഇസ് കമ്മിങ് അണ്ടർ ക്വാസി കോൺട്രാക്ട്. ഒബ്ലിഗേഷൻ ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ് ടു റിട്ടേൺ ദം ടു ദ ട്രൂ ഓണർ cannot be said to arise out of a contract even if it in its remotest sense as there is neither offer nor acceptance. ഈ ക്വാസി കോൺട്രാക്ട് ഡെഫിനിഷൻ തന്നെ പറഞ്ഞത് they are not actual contract. പാർട്ടീസ് തമ്മിൽ ഓഫർ ആക്സെപ്റ്റൻസ് ഒന്നും കൊടുത്തിട്ടില്ല, കോൺട്രാക്ട് പോലെയാണ്. They are said to be quasi contract. They are not actual contract. Resembles കോൺട്രാക്ട് പോലെ, like that of a contract. Like that of a contract. അതാണ് ക്വാസി എന്നുള്ള വേർഡിന്റെ മീനിങ്. In other words, a contract in which there is no intention on the part of either party, law imposes, created by law. അതൊക്കെ ഡെഫിനിഷൻ ക്വാസി കോൺട്രാക്ട് പറഞ്ഞതാണ്. This was all about Unit 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ Unit 1 എന്ന് ടൈപ്സ് ഓഫ് കോൺട്രാക്ടിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ അമിത്, എ മൈനർ, വാസ് സ്റ്റഡിയിങ് ഇൻ എ കോളേജ്. 1 July 2023 he took a loan of 1 lakh rupees. മൈനർ ലോൺ എടുത്താൽ, നോർമലി മൈനർ ലോൺ എടുത്താൽ void ab initio, മൈനറിന് ഒബ്ലിഗേഷൻ വരാൻ പാടില്ല. ഇതേതാ ടോപ്പിക്? നമ്മളെ യൂണിറ്റ് 3 കോൺട്രാക്ട് ആക്ട് യൂണിറ്റ് 3 അതർ എസെൻഷ്യൽ എലമെന്റ്സ്. അതിൽ കപ്പാസിറ്റി ടു കോൺട്രാക്ട്, ഫ്രീ കൺസെന്റ്, ലോഫുൾ ഒബ്ജക്ട്, ലോഫുൾ കൺസിഡറേഷൻ, വോയിഡ് എഗ്രിമെന്റ്സ്, അങ്ങനെ 4 ടോപ്പിക് ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇത് എന്തിനാണ് ഇപ്പോൾ ലോൺ എടുത്തത്? ടു പേ ഹിസ് കോളേജ് ഫീസ്. അപ്പോൾ അമിത് മൈനർ ആണ്, അയാൾ ഭവിഷിന്റെ അടുത്ത് നിന്ന് ലോൺ എടുത്തു 1 lakh rupees കോളേജ് ഫീസ് അടക്കാനാണ്. നോർമലി വോയിഡ് അബ് ഇനിഷ്യൂ ആണ്. പക്ഷേ സെക്ഷൻ 68 നെസസറി സപ്ലൈ ടു മൈനർ ഓർ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് കോൺട്രാക്ടിങ്. ഒന്നെങ്കിൽ നിങ്ങൾ മൈനറിന് അല്ലെങ്കിൽ അൺസോൺ പേഴ്സണ് അല്ലെങ്കിൽ അവർ ഡിപ്പെൻഡന്റ് പേഴ്സൺസിന് എന്തെങ്കിലും നെസസറി സപ്ലൈ ചെയ്താൽ, നെസസറി എന്താ അവർ സ്റ്റേറ്റസ് ലിവിംഗ് അനുസരിച്ച്. അപ്പോൾ നെസസറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കോളേജ് ഫീസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ എല്ലാവർക്കും നെസസറി ആണ്. അത് നിങ്ങൾക്ക് അവരെ എസ്റ്റേറ്റിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും ആസ് പെർ സെക്ഷൻ 68. ആൻഡ് ടു പർച്ചേസ് ബുക്സ് ആൻഡ് അഗ്രീഡ് ടു റീപേ ബൈ 31 December 2023. തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അമിത്തിന്റെ കയ്യിൽ പ്രോപ്പർട്ടി ഉണ്ട്. വെരി ഗുഡ്. അപ്പോൾ സെക്ഷൻ 68 പ്രകാരം നോർമലി ഇതും പോപ്പുലർ ക്വസ്റ്റൻ ആണ്. പൈസ റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. 2 കണ്ടീഷൻസ്. നിങ്ങൾ കൊടുത്തത് നെസസറി ആവണം. അതിവിടെ സാറ്റിസ്ഫൈഡ് ആയോ? യെസ്, സാറ്റിസ്ഫൈഡ് ആയി. എഡ്യൂക്കേഷൻ ലോണാണ് എടുത്തത്. 2, അയാളെ കയ്യിൽ എസ്റ്റേറ്റ് ഉണ്ടാവണം. കാരണം മൈനറിന് പേഴ്സണൽ ലയബിലിറ്റി വരില്ല. അപ്പോൾ എസ്റ്റേറ്റ് ഇയാളെ കയ്യിൽ ഇപ്പോൾ 9 lakh ഉണ്ട്. റിച്ച് മൈനറാണ്. 1 lakh ലോൺ എടുത്തിട്ടുള്ളൂ. On due date, Amit fails to pay back the loan. Bhavish now wants to recover the loan from Amit out of Amit's assets. Referring to the provisions, decide Bhavish succeed ayo? Yes, succeed ayum. Can proceed. The conclusion. Case study എങ്ങനെ ആൻസർ ചെയ്യുക? പ്രൊവിഷൻ, ഫാക്ട് അനാലിസിസ്, കൺക്ലൂഷൻ. പ്രൊവിഷനിൽ സെക്ഷൻ നമ്പർ എഴുതൽ കമ്പൽസറി അല്ല. ആസ് പെർ 11 പ്രൊവിഷൻ എഴുതുക. സെക്ഷൻ നമ്പർ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് അറിയാമെങ്കിൽ എന്തായാലും കോട്ട് ചെയ്യുക. സെക്ഷൻ 68 ഒക്കെ മാക്സിമം ഓർത്ത് വെക്കാൻ നോക്കുക. നെസസറി സപ്ലൈ ടു പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് കോൺട്രാക്ടിങ്. ഇത് യൂണിറ്റ് 3 പ്ലസ് യൂണിറ്റ് 6 കോസി കോൺട്രാക്ടിന്റെ ടോപ്പിക്കിലും ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് കോസി കോൺട്രാക്ട് ആണ്. ഇതിന്റെ തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഇതേ ക്വസ്റ്റ്യൻ ഉണ്ടടാ. പേജ് നമ്പർ 2.92 ഇഷാൻ 16 വയസ്സ്, എഞ്ചിനീയറിംഗ് കോളേജ്, 2 ലക്ഷത്തിന്റെ ലോൺ എടുത്തു, അസറ്റ് 15 ലക്ഷത്തിന്റെ റിക്കവർ ചെയ്യാൻ പറ്റുമോ? സോ ഞാൻ ആ ക്വസ്റ്റ്യനും ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ്. നമ്മുടെ ടെക്സ്റ്റിലും ഉണ്ട്, ലേറ്റസ്റ്റ് RTPയിലും അത് വന്ന് സെയിം ക്വസ്റ്റ്യൻ. ഇവിടെ ഡയറക്ട്ലി ആൻസർ ചെയ്തത് 68 വെച്ചിട്ടാണ്. കോസി കോൺട്രാക്ട് റിക്കവർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ അവർ ആൻസർ ചെയ്തത്
കപ്പാസിറ്റി ഇല്ലാത്ത ഒരാൾ, അപ്പോൾ അവരുമായിട്ടുള്ള കോൺട്രാക്ട് വോയിഡ് ആണ്, അപ്പോൾ കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു പോപ്പുലർ കേസ് ലോ ഉണ്ട്, മൊഹരി ബീബി വേഴ്സസ് ധർമ്മദാസ് ഘോഷ്, മൈനർ ലയബിൾ ആവില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റിൽ വലിയൊരു ആൻസർ ആയിട്ട് പ്രസന്റ് ചെയ്ത് ഇത്രയുണ്ട്, RTPയിൽ ഇത്രയേ ഉള്ളൂ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാർക്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. വലിയ മാർക്കിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ജനറൽ റൂൾ വോയിഡ് അബ് ഇനിഷ്യോ, മൊഹരി ബീബി വേഴ്സസ് ധർമ്മദാസ് ഘോഷ് എല്ലാം എഴുതിയിട്ട് ലാസ്റ്റ് എഴുതുക. ഇത് എക്സെപ്ഷൻ ആണ്. ക്വാസി കോൺട്രാക്ട് നെസസറി സപ്ലൈറ്റ് മൈനർ റിക്കവർ ചെയ്യാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് റിക്കവർ ചെയ്യാൻ പറ്റൂല, പിന്നെ പറഞ്ഞാൽ പറ്റും, എക്സെപ്ഷൻ നെസസറി ആയതുകൊണ്ട്. ചെറിയ മാർക്സിനാണെങ്കിൽ ടു ദ പോയിന്റ് സെക്ഷൻ 68 മാത്രം എഴുതി കൊടുക്കുക. മിസ്റ്റർ ശ്യാം ഏജ്ഡ് 58. ഇത് മൾട്ടിപ്പിൾ ടൈംസ്, അതായത് നമ്മളെ ലേറ്റസ്റ്റ് RTPയിൽ മാത്രമല്ല അത് വന്നിട്ടുള്ളത്, അതിന് മുന്നേ May 21 വന്നിട്ടുണ്ട്, January 21 അത് വന്നിട്ടുണ്ട്. Mr. Shyam, age 58, was employed in a government department. He was going to retire after 2 years. 58 വയസ്സുള്ള ആള് 2 വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്യാൻ പോവാണ്. Mr. Dev made a proposal to Mr. Shyam to apply for voluntary retirement from his post so that Mr. Dev can be appointed in his place. Mr. Dev offered a sum of 10 lakh rupees as consideration to Shyam to induce him to retire. 2 വർഷം കൊണ്ട് റിട്ടയർ ചെയ്യേണ്ട ആളാണ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എന്നിട്ട് ദേവ് എന്ന് പറഞ്ഞ ഒരാൾ പ്രൊപ്പോസൽ കൊടുക്കുകയാണ്, വോളണ്ടറി റിട്ടയർമെന്റ്, നിങ്ങൾ 2 വർഷം വരെ ഒന്ന് വെയിറ്റ് ചെയ്യരുത്, ഇപ്പം തന്നെ റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് 10 ലക്ഷം തരാമെന്നും പറയണം. നൗ വാട്ട് ഈസ് ദിസ് പോയിന്റ് ആക്ച്വലി? ദിസ് ഇസ് കമ്മിങ് അണ്ടർ നമ്മളെ യൂണിറ്റ് 3യിൽ ലോഫുൾ ഒബ്ജക്ട്, ലോഫുൾ കൺസിഡറേഷൻ. അതിൽ എന്താണ്, ഒപ്പോസ് ടു പബ്ലിക് പോളിസിയിൽ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഒപ്പോസ് ടു പബ്ലിക് പോളിസി, ട്രാഫിക്കിംഗ് ഓഫ് പബ്ലിക് ഓഫീസേഴ്സ്, ഗവൺമെന്റ് പോസ്റ്റുകൾ അല്ലെങ്കിൽ റെക്കഗ്നിഷൻസ്, അവാർഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിന് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസ് നിങ്ങൾ മോണിറ്ററി കൺസിഡറേഷനിൽ എടുക്കാൻ പാടില്ല. ക്യാഷ് ഓഫർ ചെയ്തിട്ട് നിങ്ങൾ ഗവൺമെന്റ് പോസ്റ്റിൽ എനിക്കൊരു ജോബ് തരാമെന്ന് പറയാം, അല്ലെങ്കിൽ ഓൾറെഡി ആ പോസ്റ്റിൽ ഒരാളോട് ആ പോസ്റ്റിൽ റിട്ടയർ ചെയ്യാൻ, സോ ദാറ്റ് എനിക്ക് ആ ജോബ് എടുക്കാമെന്നൊക്കെ പറയാം. ഇത് വോയിഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓഫർ കൊടുത്തപ്പോൾ ആദ്യം അയാൾ റിഫ്യൂസ് ചെയ്തു, ഈ ഓഫർ കിട്ടിയ ആൾ. പിന്നീട് അയാൾ നോക്കിയപ്പോൾ 10 ലക്ഷം തരാമെന്നൊക്കെ പറഞ്ഞല്ലോ. ഈവൻ ഇഫ് അയാൾ 58 years ആയി, 2 വർഷം കൊണ്ട് റിട്ടയർ ചെയ്യും, 2 വർഷം ഇനി വർക്ക് ചെയ്താലും കിട്ടാവുന്ന അമൗണ്ടിനേക്കാൾ അയാൾക്ക് കൂടുതൽ ഈ ഓഫറിൽ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയണം. ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അയാൾ റിട്ടയർ ചെയ്തില്ലെങ്കിൽ മറ്റേ പാർട്ടിക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അല്ലെങ്കിൽ അയാൾ റിട്ടയർ ചെയ്തിട്ട് മറ്റേ പാർട്ടിക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ഇയാൾക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റൂല, വോയിഡ് ആണ്. ഇത്രയും പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കൂടും, അറിഞ്ഞിരിക്കുക ഈ ക്വസ്റ്റ്യൻ. സോ ലീഗാലിറ്റി ഓഫ് കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്ട്സ് ദെയർ ടു എഗ്രിമെന്റ്, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസിഡറേഷൻ അൺലോഫുൾ ആയാൽ വോയിഡ് ആയി. അപ്പോൾ ഇത് സെയിൽ ഓഫ് പബ്ലിക് ഓഫീസ് ഒപ്പോസ് ടു പബ്ലിക് പോളിസിയാണ്. അതൊക്കെയാണ് ഇതിൽ കീവേഡ്സ് കേട്ടോ. പബ്ലിക് പോളിസി റിക്വയർസ് ദാറ്റ് പബ്ലിക് policy requires that there should be no money consideration for the appointment of an office in which public is interested. So such consideration paid being opposed to public policy, public welfare against ആടാ. ഒരു ഗവൺമെന്റ് പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ പൈസ ഓഫർ ചെയ്യുക, അതൊക്കെ ട്രാഫിക്കിംഗ് ഓഫ് പബ്ലിക് ഓഫീസസ് എന്നാ പറയാം. അതായത് നിങ്ങൾ മോണിറ്ററി കൺസിഡറേഷന് ഈ പോസ്റ്റുകൾ വാങ്ങുക. ഇതൊക്കെ ജസ്റ്റ് ഫാക്റ്റാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോയിന്റ്സ് തന്നെ ജസ്റ്റ് അവിടെ സമ്മറി ആയിട്ട് എഴുതിയത് മാത്രം. വിച്ച് എക്സാമിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം എഴുതുക. അപ്പോൾ ഷ്യാംസ് പ്രോമിസ് ഫോർ സെയിൽ ടു മിസ്റ്റർ ദേവ് എംപ്ലോയ്മെന്റ് പബ്ലിക് സർവീസ് ഇൻ കൺസിഡറേഷൻ, ഇതൊക്കെ സംഭവങ്ങളൊക്കെ ദെയർ ഫോർ ദ ടേംസ് അതൊക്കെ വീണ്ടും കാര്യങ്ങൾ വീണ്ടും എഴുതിയിട്ട് said agreement is not valid, it is void, consideration being opposed to public policy, unlawful ആണ്. January 21 4 marks, May 21 RTP, September 24 RTP. What will be the rights of promisor in the following cases under Indian Contract Act? Promisorന്റെ റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സുനിൽ promised to bring back Jatin to life again. തട്ടിപ്പോയ ഒരാളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറയണം. Impossibility of performance, void ആണ്. Contract is void, impossibility of performance. Aman agreed to sell 50 kgs of apples to Raman. The loaded truck left for delivery on 15th March, but due to riots, 15th മാർച്ചിന് ഡെലിവറിക്ക് പോയ ട്രക്ക് ചെയ്യുന്നു, 19th മാർച്ചിനാണ് അവിടെ എത്തിയത്. അപ്പോഴേക്കും ആപ്പിളൊക്കെ ചീഞ്ഞു പോയി. ഇടയിൽ വെച്ചിട്ട് നാട്ടിൽ ഡിസ്പ്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവിടെ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ആപ്പിൾ ചീഞ്ഞു പോയി. ഇനിയിപ്പോൾ മറ്റേ പാർട്ടി എടുക്കാൻ ലയബിൾ ആവുമോ? ക്യാഷ് കൊടുക്കാൻ ലയബിൾ ആവൂല. നമ്മൾ എന്ത് പേർപ്പസിനാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത്? ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. ആ ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച സാധനം തന്നെ ചീഞ്ഞു പോയ ആപ്പിൾ ഞാൻ വാങ്ങിയിട്ട് കാര്യമില്ല.
ടൈം ഈസ് എൻ എസെൻസ് ഓഫ് കോൺട്രാക്ട്. ഒക്കെ യൂണിറ്റ് 4 പെർഫോമൻസിൽ പറഞ്ഞ ടോപ്പിക്കാണ്. ഒരു കോൺട്രാക്റ്റിൽ ടൈം എസെൻഷ്യൽ ആണോ അല്ലേ, ഇനി എസെൻഷ്യൽ ആണെങ്കിൽ ആ പറഞ്ഞ ടൈമിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, പ്രോമിസിക്ക് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം, വോയിഡബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എസെൻഷ്യൽ ആണെങ്കിൽ, എസെൻഷ്യൽ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഡാമേജ് ക്ലെയിം ചെയ്യുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കേസിൽ ഗുഡ്സ് ഒക്കെ ടൈം എസെൻഷ്യൽ ആയിട്ടാണ് പ്രിസ്യൂം ചെയ്യുന്നത്. അതൊരു വലിയൊരു ടോപ്പിക്കാണ്, ഓൾ ടുഗദർ ബൈ ഇറ്റ് സെൽഫ് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ടൈം എസെൻഷ്യൽ ആണ്. അപ്പോൾ ആപ്പിൾ റീച്ച് they were rotten, already ചീഞ്ഞു പോയി എത്തിയപ്പോഴേക്കും the contract is discharged due to destruction of subject matter. Artist promised to paint on a fixed date for a fixed amount of consideration but met with an accident, lost his both hands. പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോൺട്രാക്ട്, അയാളെ കൈ രണ്ടും പോയി, ആക്സിഡന്റ് കാരണം ആർട്ടിസ്റ്റ് ഇനി അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്ട് വോയിഡായി. അപ്പോൾ നമുക്ക് ലീഗൽ ഹെയറിൻ്റെ അടുത്ത് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ, അതും പറ്റില്ല. കാരണം പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോൺട്രാക്ട് നമുക്ക് വേറെ ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാനും പറ്റില്ല, ഡെത്തോട് കൂടി ലീഗൽ ഹെയർ ലാബിൾ ആവുന്ന സിറ്റുവേഷനും ഉണ്ടാവില്ല, ഡയറക്ട്ലി വോയിഡായി. പേഴ്സണൽ നേച്ചറാണ് and hence cannot be performed due to occurrence of an event resulting in impossibility of performance. Abhishek entered into a contract to import toys from China, but due to disturbance in the relation of both the countries, the import from China was banned. ഇതേതാ നമ്മളെ alien enemy. Disqualified parties, യൂണിറ്റ് 3 അതർ എസെൻഷ്യൽ എലിമെന്റിൽ മൈനർ, അൺസൗണ്ട്, ഡിസ്ക്വാളിഫൈഡ് പാർട്ടീസ്. അപ്പോൾ ചൈനയുമായിട്ട് ആദ്യം നമ്മൾ നല്ല ടേംസിലായിരുന്നു, കോൺട്രാക്ട് എൻ്റർ ചെയ്തു. പക്ഷേ പെർഫോമൻസിന് മുന്നേ രണ്ട് കൺട്രിയും തമ്മിൽ വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് ബിറ്റ്വീൻ ബോത്ത് ദ കൺട്രീസ്, കോൺട്രാക്ട് ഓൾറെഡി വോയിഡ് ആയി. സച്ച് കോൺട്രാക്ട് ഇസ് ഡിസ്ചാർജ് വിതൗട്ട് പെർഫോമൻസ് ഡ്യൂ ടു സബ്സിക്വന്റ് ഇല്ലീഗാലിറ്റി ഇൻ ദ നേച്ചർ ഓഫ് കോൺട്രാക്ട്. നമ്മൾ കമ്പനീസ് ആക്ടിൽ ഇതുമായി ബേസ് ചെയ്തിട്ട് ഒരു കേസ് ലോ ഉണ്ടായിരുന്നു, ഡൈംലർ കമ്പനി വേഴ്സസ് കോണ്ടിനെന്റൽ ടയർ ആൻഡ് റബ്ബർ കമ്പനി ലിമിറ്റഡ്. UK കമ്പനി, ജർമ്മൻ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തു, കോൺട്രാക്ട് വോയിഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്, കമ്പനീസ് ആക്ട്. സീമ വാസ് റണ്ണിങ് എ ബൊട്ടീക്ക് ഇൻ ന്യൂ ഡൽഹി. ഷീ ഹാസ് ടു ഡെലിവർ സം ക്ലോത്ത്സ് ടു ഹർ ഫ്രണ്ട് കിരൺ who was putting up an exhibition in Mumbai. Okay. Seema delivered the sewing machine and some clothes to a railway company to be delivered at the place where the exhibition was to be held. Seema expected to earn an exceptional profit from the sales made at this exhibition. However, she did not bring the fact to the notice of the railway authorities. Unit 5, damages. Popular question. The goods were delivered to the place after the conclusion of the exhibition. On account of such a breach by the railways, can Seema recover loss of profits? Loss of profit recover ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എനിക്ക് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരു എക്സിബിഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എനിക്ക് കുറച്ച് ക്ലോത്ത് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെക്കണം. അപ്പോൾ ആ ക്ലോത്ത്സ് ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ സ്റ്റിച്ചിങ് മെഷീന് കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്. ഇതിൽ കംപ്ലൈൻറ്റ് അല്ല, സ്റ്റിച്ചിങ് മെഷീൻ എനിക്ക് ആ സ്ഥലത്ത് എത്തിക്കണം. അതിന് റെയിൽവേസിനടുത്ത് സ്റ്റിച്ചിങ് മെഷീൻ ഏൽപ്പിച്ചു. അവർ എത്തിക്കാൻ ഡിലേ ആയി. അവരെത്തിച്ചപ്പോഴേക്കും, സാധനം എത്തിച്ചപ്പോഴേക്കും എക്സിബിഷൻ കഴിഞ്ഞു. നിങ്ങൾ ടൈമിൽ എത്തിച്ചിരുന്നെങ്കിൽ എനിക്ക് വർക്ക് ചെയ്ത് ക്ലോത്ത് ഉണ്ടാക്കി സെയിൽ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. നിങ്ങൾ ഡിലേ കാരണം എനിക്ക് ലോസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടായി, നിങ്ങളടുത്ത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഡയറക്ട്ലി റിലേറ്റഡ് ടു ബ്രീച്ച് ആണോ, അത് നമ്മൾ ഓർഡിനറി ഡാമേജ് എന്ന് പറയും. ഡയറക്ട്ലി റിലേറ്റഡ് ടു ബ്രീച്ച് അല്ല നിങ്ങൾ ക്ലെയിം ചെയ്യാൻ നോക്കുന്നത്, വി കോൾ ഇറ്റ് സ്പെഷ്യൽ ഡാമേജ്. സ്പെഷ്യൽ ഡാമേജ് ക്ലെയിം ചെയ്യണമെങ്കിൽ നോട്ടീസ് കൊടുക്കൽ കമ്പൽസറിയാണ്. ഹാഡ്ലേ വേഴ്സസ് ബാക്സെൻഡേൽ എന്നുള്ള കേസ് ലോ ഉണ്ടായിരുന്നു. ഒരു ഫ്ലോർ മില്ലിലെ ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലൈൻറ്റ് ആയി എന്ന് പറഞ്ഞൊരു കേസ് ലോ ഒക്കെ ഉണ്ടായിരുന്നു, ഹാഡ്ലേ വേഴ്സസ് ബാക്സെൻഡേൽ. അപ്പോൾ ഇവിടെ അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, നോട്ടീസ് കൊടുത്താൽ മാത്രമേ സ്പെഷ്യൽ ഡാമേജ് കിട്ടുള്ളൂ. Seema can only recover the losses arising from the ordinary course of business. Ordinary course of business damage നമ്മൾ എന്താ വിളിക്കുക? We call it ordinary damage. Since no notice about the special circumstance was given to railway authorities, she could not recover loss of profits. Explain any 5 circumstances under which contracts need not be performed with the consent of both the parties. Direct question. Discharge of contract. രണ്ടാളും കൺസെൻറ്റോട് കൂടി കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ ആവശ്യമില്ലാത്ത 5 കേസസ്. ബട്ട് ഇത് കുറച്ച് ട്രിക്കി പോയിന്റ് ആണ്, കാരണം 5 അല്ല അവിടെ. ആക്ച്വലി മ്യൂച്വൽ എഗ്രിമെന്റിലൂടെ ചെയ്യുന്ന 5 പോയിന്റ്സ് ഇല്ല അവിടെ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലാസ്സിലും മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇത്രയും ഹൈ മാർക്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിലുള്ള കുറച്ച് പോയിന്റ്സ് എഴുതി കൊടുക്കണം. സോ 2 പാർട്ടീസിൻ്റെ കൺസെൻറ്റോട് കൂടി, അതിനണ്ടറിൽ മെയിൻലി വരുന്നത് നോവേഷൻ 2 പാർട്ടിൻ്റെ കൺസെന്റ് ആണ്, റെസിഷൻ 2 പാർട്ടീസിൻ്റെ കൺസെന്റ് ആണ്, ആൾട്രേഷൻ 2 പാർട്ടിൻ്റെ കൺസെന്റ് ആണ്, റെമിഷൻ 2 പാർട്ടിൻ്റെ കൺസെന്റ് ഇല്ല. റെമിറ്റ് ഓർ വേവ് ഒരാൾക്ക് മാത്രം തീരുമാനിക്കാം. പിന്നെ ബാക്കി 2 പോയിന്റ്സ് മാർക്ക് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി എഴുതി കൊടുക്കുന്ന പോയിന്റ്സ് ആണ്. അത് ഇത്രയും ഹൈ മാർക്സിന് വന്നാൽ നമ്മൾ എഴുതണം. December 21 7 മാർക്ക് ക്വസ്റ്റൻ ചെയ്യുന്നത് അന്ന് ICയുടെ സജസ്റ്റഡ് ആൻസറിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോൾ September 24 RTPയിലും ഉണ്ട്. നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 പാർട്ടീസ് മ്യൂച്വലി ഡിസൈഡ് ചെയ്തിട്ട് പഴയ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുക, അതിന് പകരം പുതിയ കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുക. റെസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 പാർട്ടി മ്യൂച്വലി ഡിസൈഡ് ചെയ്തിട്ട് പഴയത് ക്യാൻസൽ ചെയ്യുക, അതിന് പകരം പുതിയതൊന്നും ഉണ്ടാക്കുന്നില്ല. ആൾട്രേഷൻ എന്താ? 2 പാർട്ടി മ്യൂച്വലി ഡിസൈഡ് ചെയ്തിട്ട് ടേംസിൽ മാറ്റം വരുത്തുക,
അപ്പോൾ നോവേഷനും ആൾട്രേഷൻ തമ്മിൽ മാറ്റം എന്താ? രണ്ടിലും ടേംസിൽ മാറ്റം വരുന്നുണ്ടല്ലോ. നോവേഷനിൽ കോൺട്രാക്ടിനെ ക്യാൻസൽ ചെയ്ത് പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ പാർട്ടീസ് വരെ മാറാം. ആദ്യത്തെ കോൺട്രാക്ട് എയും ബിയും തമ്മിലാണെങ്കിൽ ഇപ്പോഴത്തെ കോൺട്രാക്ട് എയും സിയും തമ്മിലാക്കാം. അങ്ങനെ ചെയ്യണമെങ്കിൽ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും കൺസെന്റ് വേണം. ആൾട്രേഷനിൽ പാർട്ടി സെയിം ആയിരിക്കണം, പാർട്ടീസ് മാറാൻ പറ്റില്ല, ടേംസ് മാറ്റാം. റെമിഷൻ എന്താ? ഒരാൾ സ്വയം അയാളെ റൈറ്റ് ഒഴിവാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ എനിക്ക് 1 lakh rupees തരാനുണ്ടായിരുന്നു, ഞാൻ പറയാം വേണ്ട, ഒഴിവാക്കി തരാം, അത് എൻ്റെ കൺസെന്റ് മാത്രം മതി. അല്ലെങ്കിൽ അതിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ആക്സെപ്റ്റ് ചെയ്യാം, നിങ്ങൾ 50,000 റുപ്യൻ്റെ സ്കൂട്ടി തന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ അതൊക്കെ റെമിഷൻ. റിസൈൻസ് വോയിഡബിൾ കോൺട്രാക്ട്. വോയിഡബിൾ കോൺട്രാക്റ്റിൽ അഗ്രീഡ് പാർട്ടിക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അയാൾ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ മ്യൂച്വൽ അഗ്രിമെന്റ് ഉള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല, ഒരാൾ മാത്രം തീരുമാനിക്കണം. പക്ഷേ ലൈക്ക് ഐ സെഡ്, ഇങ്ങനെ ഹൈ മാർക്കിന് ചോദിച്ചാൽ ഇതിനുണ്ടല്ലോ നമ്മൾ എഴുതണം. ദ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂണിറ്റ് 4 പെർഫോമൻസ് എന്ന യൂണിറ്റിലുള്ള ടോപ്പിക്കാണ്. നെഗ്ലക്ട് ഓഫ് പ്രോമിസി ടു അഫോർഡ് പ്രോമിസർ റീസണബിൾ ഫെസിലിറ്റീസ്. നിങ്ങൾ എനിക്ക് വീടുണ്ടാക്കി തരണം എന്ന് പറഞ്ഞു, പക്ഷെ വീടുണ്ടാക്കാനുള്ള മെറ്റീരിയൽ ഞാൻ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. നിങ്ങൾ പറഞ്ഞ ടൈമിൽ പറഞ്ഞ സ്ഥലത്ത് വീടുണ്ടാക്കാൻ വേണ്ടി വന്നു, പക്ഷെ ഞാൻ നിങ്ങൾക്ക് മെറ്റീരിയൽസ് തരുന്നില്ല. അപ്പോൾ പ്രോമിസിൻ്റെ സൈഡിൽ നിന്ന് നെഗ്ലിജൻസ്, ഞാൻ നെഗ്ലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് റീസണബിൾ ഫെസിലിറ്റീസ് തരാൻ, കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ ഞാൻ ലയബിളാവും. എനിക്ക് നിങ്ങളുടെ അടുത്ത് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാനും പറ്റില്ല. അത് ആക്ച്വലി മ്യൂച്വൽ കൺസേൺ എന്നുള്ള പോയിന്റിൽ വരുന്നില്ല, പക്ഷേ ഇങ്ങനെ ഹൈ മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പോയിന്റ്സ് എഴുതും. സൂരജ് ഗ്യാരണ്ടീസ് വികാസ് ഫോർ ദ ട്രാൻസാക്ഷൻസ് ടു ബി ഡൺ ബിറ്റ്വീൻ വികാസ് ആൻഡ് നിഖിൽ. അപ്പോൾ വികാസ്, നിഖിൽ ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷന് സൂരജ് ഗ്യാരണ്ടി തന്നു. ഇതേതാ ഗ്യാരണ്ടി എന്നുള്ള ടോപ്പിക്? ഇൻഡെംനിറ്റി ഗ്യാരണ്ടി. അപ്പോൾ ഇയാൾ ഷുവർട്ടി ഓർ ഹീസ് ഓൾസോ നോൺ ആസ് ഗ്യാരണ്ടർ. വികാസ് സപ്ലൈഡ് ഗുഡ്സ് ഓഫ് 30,000. 1 മാർച്ചിന് വികാസ് 30,000 സാധനം സപ്ലൈ ചെയ്തു, 30,000 ഗുഡ്സ് സപ്ലൈ ചെയ്തു. പിന്നെ 20,000 3rd മാർച്ചിന് 20,000, അപ്പുറത്ത് 30,000. പിന്നെ 5th മാർച്ച് സൂരജ് ഡൈഡ് ഇൻ എ റോഡ് ആക്സിഡന്റ്. ഷുവർട്ടി തട്ടിപ്പോയി റോഡ് ആക്സിഡന്റിൽ. 10th മാർച്ച് ബീങ് ഇഗ്നോറന്റ് ഓഫ് ദി ഡെത്ത് ഓഫ് സൂരജ്, വികാസ് ഫർദർ സപ്ലൈഡ് ഗുഡ്സ് ഓഫ് 40,000. 5th മാർച്ചിന് ഡെത്ത്, 10th മാർച്ചിന് വികാസ് ഈ കാര്യം അറിഞ്ഞിട്ടില്ല ഡെത്തിനെ പറ്റി, 40,000 സാധനം വീണ്ടും സപ്ലൈ ചെയ്തു. ഓൺ ഡിഫോൾട്ട് ഓഫ് പേയ്മെന്റ് ബൈ നിഖിൽ ഓൺ ഡ്യൂ ഡേറ്റ്, പറഞ്ഞ ഡ്യൂ ഡേറ്റ് ഇയാൾ പൈസ ഒന്നും കൊടുത്തില്ല. വികാസ് സ്യൂഡ് ലീഗൽ ഹെയർസ്. പിന്നീടാണ് ഇയാൾ അറിഞ്ഞത് സൂരജ് തട്ടിപ്പോയി എന്നുള്ളത്. നോർമലി കോൺട്രാക്ട് ആക്ടിൽ ലീഗൽ ഹെയർസ് ലയബിൾ ആവും, എസ്റ്റേറ്റ് വരെ ലയബിൾ ആവും. അപ്പോൾ വികാസ് ലീഗൽ ഹെയർസിനെതിരെ കേസ് ഫയൽ ചെയ്തു ഫോർ റിക്കവറി ഓഫ് 90,000. 30, 20, 30, 40, 50, 90. യെസ്, 90,000 റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ട് വിൽ ഹാപ്പൻ? സി, നോർമലി ഷുവർട്ടിൻ്റെ ഡെത്തോട് കൂടി കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി. വെദർ ക്രെഡിറ്റർ വാസ് അവെയർ ഓർ നോട്ട് അവെയർ, ഡെത്ത് സംഭവിച്ച ഡിസ്ചാർജ് ആയി. ഡെത്തിന് ശേഷമുള്ള ട്രാൻസാക്ഷൻസിന് ഷുവർട്ടി ലയബിൾ ആവില്ല, ഓർ ഇൻ അതർ വേർഡ്സ് ലീഗൽ ഹെയർ ലയബിൾ ആവില്ല. അപ്പോൾ ഡെത്ത് വരെയുള്ള ട്രാൻസാക്ഷൻസിന് ലയബിലിറ്റി ഉണ്ടാവുള്ളൂ. ഏത്? ഇപ്പോൾ ഈ 50,000 ഇതുവരെ ലയബിലിറ്റി ഉള്ളൂ. ഡിസൈഡ് വെദർ ദി ലീഗൽ ഹെയർസ് ഓഫ് സൂരജ് ആർ ലയബിൾ ടു പേ 90,000 അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. പിന്നെ സെക്കൻഡ് പാർട്ടിൽ ചോദിക്കുന്നത് വാട്ട് വുഡ് ബി യുവർ ആൻസർ ഇഫ് എസ്റ്റേറ്റ് ഓഫ് സൂരജ് 45,000. ഫസ്റ്റ് ഓഫ് ഓൾ 50K ലയബിൾ ആവുള്ളൂ. ഇനി അതിൽ തന്നെ എസ്റ്റേറ്റ് 45,000 ഉള്ളൂ എങ്കിൽ, ഡെത്ത് സംഭവിച്ചപ്പോൾ സൂരജിന്റെ ലീഗൽ ഹെയർസിന്റെ കയ്യിൽ കിട്ടിയ പ്രോപ്പർട്ടി 45,000 ഉള്ളൂ എങ്കിൽ 45,000 മാത്രമേ റിക്കവർ ചെയ്യാനും പറ്റുള്ളൂ. 2 parts ഓഫ് ദി ക്വസ്റ്റ്യൻ. ഇത് ഗ്യാരണ്ടി പണ്ട് CA ഇന്ററിലുള്ള ടോപ്പിക് ആയിരുന്നു. അന്ന് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എക്സാമിൽ. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് RTP ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ലീഗൽ ഹെയർസ് ആർ ലയബിൾ ഓൺലി ഫോർ ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് വർ എൻറ്റേർഡ് ബിഫോർ 5th മാർച്ച്. 5th മാർച്ച് എന്ന് പറഞ്ഞാൽ ഡെത്ത് സംഭവിക്കുന്നതിന് മുന്നേ. അപ്പോൾ ഇവിടെ 50,000. ദേ ആർ നോട്ട് ലയബിൾ ഫോർ ട്രാൻസാക്ഷൻസ് ഓൺ 10th ഈവൻ ദോ വികാസ് ഹാഡ് നോ നോളേജ്. ഈവൻ ദോ ക്രെഡിറ്ററിന് ഡെത്തിനെ പറ്റി അറിയില്ല, എന്നാലും ലീഗൽ ഹെയർ ലയബിൾ ആവില്ല. പിന്നെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് 45,000 എസ്റ്റേറ്റ് ഉള്ളൂ എങ്കിൽ ആ എമൗണ്ട് വരെ ലയബിൾ ആവുള്ളൂ. ഓക്കെ. സ്റ്റീഫൻ ഓൺസ് എ ചിക്കൻ ഫാം. He breeds them and sells the eggs and live chicken to retail shops. അപ്പോൾ സ്റ്റീഫൻ എന്ന് പറഞ്ഞ കോഴി കച്ചവടം ഉണ്ട്. മൂപ്പര് കോഴിനെയും കോഴിമുട്ടനെയും വിൽക്കും. പിന്നെ ഫ്ലെമിംഗ്, അയാളും ഫാം തന്നെയാണ്, ഡൂയിങ് ദ സെയിം ബിസിനസ്. മിസ്റ്റർ ഫ്ലെമിംഗ് ഹാഡ് ടു ഗോ ബാക്ക് ടു ഹിസ് നേറ്റീവ് പ്ലേസ് ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ഇയാൾക്ക് തിരിച്ച് നാട്ടിൽ പോകണം ഫോർ 1 year. അപ്പോൾ ഹി നീഡഡ് മണി ഫോർ ദ ട്രാവൽ, സോ ഹി പ്ലെജ്ഡ്. ഓക്കെ, ഇയാൾ സെക്യൂരിറ്റി വെച്ചു, പ്ലെജ് ചെയ്തു. അപ്പോൾ ഇയാൾ പോണർ അല്ലെങ്കിൽ പ്ലെജർ, സ്റ്റീഫൻ പോണി അല്ലെങ്കിൽ പ്ലെജി. എന്താണ് ഇയാളെ കോഴി ഫാം പ്ലെജ് ചെയ്തു. അറ്റ് ദാറ്റ് ടൈം ഇവിടെ ഉള്ള ലൈഫ് സ്റ്റോക്ക് 100,000 കോഴിയുണ്ട്, പിന്നെ 10,000 മുട്ടയുണ്ട്. ദ കണ്ടീഷൻ വാസ് ദാറ്റ് ഫ്ലെമിംഗ് റിട്ടേൺസ് ഹി വിൽ റീപേ ദ ഡെപ്പോസിറ്റ് ആൻഡ് ടേക്ക് ദ പൊസിഷൻ ഓഫ് ഹിസ് ഫാം ആൻഡ് ലൈഫ്. അപ്പോൾ ലോൺ എടുത്തു. ഇയാൾക്ക് ഇപ്പോൾ നാട്ടിൽ പോകാൻ വേണ്ടി, ഓസ്ട്രേലിയ പോകാൻ വേണ്ടി ട്രാവലിന് ലോൺ വേണം.
അപ്പോൾ 25 lakhs ലോൺ ഇയാൾ എടുത്തു. അതിന് സെക്യൂരിറ്റി ആയിട്ട് ഇത്രയും സാധനം വെച്ചു. കോഴിമുട്ട, ചിക്കൻ ആൻഡ് എഗ്. ആഫ്റ്റർ 1 year ഫ്ലെമിംഗ് കെയിം ബാക്ക്, റിട്ടേൺ ഡെപ്പോസിറ്റ്, പൈസ തിരിച്ചു കൊടുത്തു. അറ്റ് ദാറ്റ് ടൈം ദർ വർ, അപ്പോൾ കോഴി എത്രയായി? 9,000 കൂടി. ആൻഡ് മുട്ട എത്രയായി? ലൈവ് ബേർഡ്സ് ഇൻക്രീസ് ഡ്യൂ ടു ഹാച്ചിങ് ഓഫ് എഗ്സ് ഔട്ട് ഓഫ് 10,000 എഗ്സ്. അത് ശരി, ഈ 10,000 മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ട് അത്രയായി. ഇപ്പോൾ 15,000 മുട്ടയുണ്ട്, 5,000 മുട്ടയും കൂടി. സ്റ്റീഫൻ എഗ്രി ടു റിട്ടേൺ 1 lakhും 10,000ഉം. നിങ്ങൾ എത്രയാണോ എനിക്ക് തന്നത്, ഇത് പോണർ പോണി എന്ന് പറഞ്ഞ പോലെ തന്നെ. പോണർ പോണി അതായത് പ്ലെഡ്ജ് എന്നുള്ളത് ബെയിൽമെന്റിന്റെ വേറെ ടൈപ്പാണ്. ബെയിൽമെന്റ് ജനറൽ ആണ്, പ്ലെഡ്ജ് സ്പെസിഫിക് ആണ്. ബെയിൽമെന്റ് ടൈമിനാവാം, പേർപ്പസിനാവാം, പ്ലെഡ്ജ് പേർപ്പസിനേ ഉള്ളൂ. ബെയിൽമെന്റ് എന്ത് പേർപ്പസും ആവാം. എൻ്റെ കാർ ഞാൻ യൂസ് ചെയ്യാൻ തന്നു, ഫോൺ റിപ്പയർ ചെയ്യാൻ തന്നു. പ്ലെഡ്ജ് സെക്യൂരിറ്റി എന്നുള്ള പേർപ്പസ് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബെയിൽമെന്റ്, വേറെ സ്പെസിഫിക് ടൈപ്പാണ്. അവിടെയുള്ള ഒരു റൂൾ ആയിരുന്നു, ബെയിലിയുടെ റൂൾ പെട്ടതായിരുന്നു ടു റിട്ടേൺ ദി ഗുഡ്സ് അലോങ് വിത്ത് അക്രീഷൻ ടു ദി ഗുഡ്സ്. അക്രീഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റ്. ബെയിലർ തന്ന ഗുഡ്സിൽ എന്തെങ്കിലും ഇൻക്രിമെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്രീഷൻ, ആ അക്രീഷൻ അടക്കം തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇയാളിപ്പോൾ നിങ്ങൾ ഇത്രയല്ലേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് അത് ഞാൻ തിരിച്ചു തരാമെന്നാണ് ബെയിലി പറയണത്, അതായത് പ്ലെജി പറയണത്. അത് പറ്റൂല, അതിലുണ്ടായ ഇൻക്രിമെന്റ് അടക്കം തരേണ്ടി വരും. ഡ്യൂട്ടീസ് ഓഫ് സ്റ്റീഫൻ ആസ് പോണി ആൻഡ് അഡ്വൈസ് ഫ്ലെമിംഗ് അബൌട്ട് ഹിസ് റൈറ്റ്സ്. ഡ്യൂട്ടീസ് ഓഫ് സ്റ്റീഫൻ is bound to deliver any increase or profit that has occurred. Rights of Fleming to recover from Pony any increase. ഇയാളുടെ ഡ്യൂട്ടി തന്നെയാണ് മറ്റേയാളുടെ റൈറ്റ്. റിക്വയർമെന്റ് സ്പെസിഫിക് ആയിട്ട് ആൻസർ ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. എക്സൈറ്റഡ് ആയിട്ട് ഇത് അക്രീഷൻ ആണ്, തിയറി മാത്രം എഴുതി കൊടുക്കരുത്. സ്റ്റീഫന്റെ ഡ്യൂട്ടീസ് എന്താണെന്നും ഫ്ലെമിങ്ങിന്റെ റൈറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ രണ്ടും സെയിം ആണ്, തിരിച്ചു മറിച്ച് എഴുതി കൊടുക്കുക. ഒരു കോയിന്റെ 2 വശമാണ്, രണ്ടും എഴുതി കൊടുക്കണം, എന്നാലേ നമുക്ക് കംപ്ലീറ്റ് മാർക്സ് കിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസേ നമ്മൾ RTPയിലുള്ളൂ. ലൈക്ക് ഐ സെഡ്, മോക്ക് ടെസ്റ്റ് സീരീസ് 1 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വിച്ച് November 21 RTP, May 23 RTP, June 24 RTP എല്ലാത്തിലും ഉള്ളതുകൊണ്ട് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും ഡിസ്കസ് ചെയ്യുക. വിത്ത് ദാറ്റ് ഇന്നത്തെ സെഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യും. രാംലാൽ ബിർള, അത് ഈ ലേറ്റസ്റ്റ് RTPയിൽ വേറെ എന്തോ പേരാണോ സംശയമുണ്ട്. സെയിം ക്വസ്റ്റ്യൻ ആണ്. വാസ് എ ബിഗ് ബിസിനസ് മാൻ, പൂനെയിലുള്ളത്. 2 sons, 1 married daughter ഉണ്ട്. ഡിസൈഡഡ് ടു ഗിഫ്റ്റ് ഹിസ് 1 house to daughter. For this purpose, he called his lawyer at his house and made a written document for such gift. Lawyer advised him to get the documents registered. When they both were going for the registration, they met with an accident and both of them died. Later, daughter found the document and claimed the house on the basis of the document. Examine whether she can get the house as gift under Indian Contract Act. പപ്പ തട്ടിപ്പോയ പ്രോപ്പർട്ടി മക്കൾക്കുള്ള തന്നെയാണ്, സക്സഷൻ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ 2 സണ്ണും ഒരു മാരീഡ് ഡോട്ടറും ഉണ്ട്. അപ്പോൾ ഇവിടെ ഡോട്ടർ വീട് ക്ലെയിം ചെയ്യാൻ നോക്കുകയാണ്. ഡോട്ടറിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചതല്ലേ എന്ന് പപ്പ. യെസ്, ഗിഫ്റ്റ് വാലിഡ് ആവോ? ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡോണറിൻ്റെ അടുത്ത് ഡോണിൻ്റെ അടുത്തേക്ക് വിത്തൗട്ട് കൺസിഡറേഷൻ പോവുകയാണ്. അപ്പോൾ കൺസിഡറേഷനിലേക്ക് കോൺട്രാക്ട് വാലിഡ് ആവോ? നോ കൺസിഡറേഷൻ, നോ കോൺട്രാക്ട്. യൂണിറ്റ് 2 കൺസിഡറേഷൻ. പക്ഷെ അതിന് എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു. നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, പ്രോമിസ് ടു പേ ടൈം ബാർ ഡെറ്റ്, കംപ്ലീറ്റഡ് ഗിഫ്റ്റ്, ചാരിറ്റി, പിന്നെ വേറെ ഏജൻസി. അപ്പോൾ ഇങ്ങനെ കുറേ എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെട്ട ഒരു എക്സെപ്ഷനാണ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അതിലുള്ള കണ്ടീഷൻസ് ചെയ്യുന്നു. നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷന്, അതായത് ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, നിയർ റിലേഷൻഷിപ്പിലുള്ള 2 പാർട്ടീസ് ഒരു വിത്തൗട്ട് കൺസിഡറേഷൻ ഒരു സാധനം കൊടുക്കുക എന്ന് പറഞ്ഞാലും വാലിഡ് ആവും. പ്രൊവൈഡഡ് കണ്ടീഷൻസ് ആർ, അത് റിട്ടേൺ ആയിരിക്കണം, അത് രജിസ്റ്റേർഡ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഉണ്ടാവുമ്പോൾ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. നിയർ റിലേഷൻഷിപ്പ് ഫാദർ ആൻഡ് ഡോട്ടർ ആണ്, അവർ തമ്മിൽ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ഉണ്ട്. റിട്ടേണും ആണ്. മെയ്ഡ് എ റിട്ടേൺ ഡോക്യുമെന്റ് എന്ന് ക്ലിയർലി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. വക്കീൽ പറയും ചെയ്തത് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോവുന്നു, പോണ വഴിക്ക് ആക്സിഡന്റ് ആയി, രജിസ്റ്റേർഡ് ആയിട്ടില്ല. ഡോട്ടറിനെ ക്ലെയിം ചെയ്യാൻ പറ്റൂല. ആ ടോപ്പിക്കിൽ കുറേ പോയിന്റ്സ് ഉണ്ടായിരുന്നുണ്ട്, കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഈ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ്റെ അവിടെ കണ്ടീഷൻ വാസ് റിട്ടേൺ ആൻഡ് രജിസ്റ്റേർഡ്. നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ്റെ അവിടെ റിട്ടേണും ആവണം പ്ലസ് രജിസ്റ്റേർഡും ആവണം. പിന്നെ പ്രോമിസ് ടു പേ ടൈം ബാർ ഡെറ്റിൽ റിട്ടേൺ ആവണം, സൈൻഡ് ആവണം എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെ അതേ യൂണിറ്റിലുള്ള ഡോക്ടറിന് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എക്സെപ്ഷൻ ഉണ്ടായിരുന്നു, ഫാമിലി സെറ്റിൽമെന്റിൽ അവിടെ റിട്ടേൺ ആവണം എന്നുള്ള. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഓർത്ത് വെക്കുക? എങ്ങനെയെങ്കിലും ഒന്നെങ്കിൽ ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ച് ഓർത്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് ഈ ക്വസ്റ്റ്യൻ്റെ ബേസിൽ, ഈ സ്റ്റോറിൻ്റെ ബേസിസിൽ ഇത് റിട്ടേൺ ആൻഡ് സൈൻഡ് മതിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ റിട്ടേൺ മാത്രം മതിയായിരുന്നെങ്കിൽ
രാംലാൽ ബിർള ഇന്നും ജീവനോടെ ഉണ്ടാവുമായിരുന്നു. ആൾ തട്ടിപ്പോകില്ലായിരുന്നു. ആൾ തട്ടിപ്പോകാൻ കാരണം എന്താ? വക്കീലുമായിട്ട് കാറിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. രജിസ്റ്റർ അവർക്ക് ചെയ്യാൻ പറ്റില്ല. സൈൻ വേണമെങ്കിൽ രാംലാൽ ബിർളക്ക് സ്വയം ചെയ്യാം. വെറും റിട്ടേൺ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സൈൻ്റെ ആവശ്യമില്ല. പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അതോറിറ്റിയുടെ അടുത്ത് പോകുമ്പോഴാണ് ഇവർ തട്ടിപ്പോയത്. അപ്പോൾ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ റിട്ടേൺ ആൻഡ് രജിസ്റ്റേർഡ് ആണ്. ടൈം ബാർഡ് ഡെറ്റ് ഒരാൾ തരാമെന്ന് പറയുമ്പോൾ റിട്ടേൺ ആയിട്ട് സൈൻ ചെയ്ത് തരണം. ലിമിറ്റേഷൻ ആക്ട് പ്രകാരം 3 വർഷം കഴിഞ്ഞാൽ കാലാവധി കഴിഞ്ഞ് ടൈം ബാർഡായി. അതൊരാൾ 3 വർഷം കഴിഞ്ഞിട്ട് തരാമെന്ന് പറയുമ്പോൾ അത് വാലിഡ് ആവണമെങ്കിൽ സൈൻ ചെയ്യണം. ഫാമിലി സെറ്റിൽമെൻറ്റ് റിട്ടേൺ ആയാൽ മാത്രം മതി. ഇത് രണ്ടും, ഈ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷനും ടൈം ബാർഡ് ഡെറ്റും നോ കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു നോ കോൺട്രാക്ട് എന്നുള്ള റൂളിൻ്റെ എക്സെപ്ഷൻ ചെയ്യുന്നു. ഇത് ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സീരീസ്. ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻസ് നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും യൂസ്ഫുൾ ആയോ എന്നുള്ളതും. ഇഫ് സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ലെറ്റ് മീ നോ ഇതിൻ്റെ ഫെർദർ സീരീസ് ബാക്കി ടോപ്പിക്സിനും നിങ്ങൾക്ക് ഇഫ് യു ഫീൽ റിക്വയർഡ് ആണ് ലെറ്റ് മീ നോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഡു യുവർ ബെസ്റ്റ്.